ചലച്ചിത്ര താരം മോഹൻലാൽ തിരുവനന്തപുരത്ത് മത്സരിച്ചേക്കുമെന്ന് സൂചന. ഇന്ന് ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മോഹൻലാലിന്റെ പേര് നിർദ്ദേശിക്കാനാണ് സാധ്യത. മോഹൻലാൽ CPM-ലേക്ക് അടുക്കുന്നു എന്ന തരത്തിൽ വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. ഇതിനെതിരെ കടുത്ത വിമർശനമാണ് UDF BJP പ്രവർത്തകർ അഴിച്ചുവിട്ടത്. മോഹൻലാൽ KSRTC ബ്രാൻഡ് അംബാസിഡർ ആയതും മുഖ്യമന്ത്രിയുമായി അഭിമുഖം നടത്തിയതുമെല്ലാം BJP UDF പ്രവർത്തകരെ ചൊടിപ്പിച്ചിരുന്നു. മോഹൻലാൽ തിരുവനന്തപുരത്ത് CPM സ്ഥാനാർത്ഥിയായാൽ പുഷ്പം പോലെ സീറ്റുകൾ CPM കേരളത്തിൽ നേടുമെന്ന ഭയം UDF-നെ അലട്ടുന്നുണ്ട്. വമ്പിച്ച ജനസമ്മതിയുള്ള വ്യക്തി എന്ന നിലയിൽ മോഹൻലാലിനെ ചെറുതൊന്നുമല്ല UDF ഭയക്കുന്നത്. മോഹൻലാലിന്റെ CPM സ്ഥാനാർത്ഥിത്വം അതുകൊണ്ട് തന്നെ UDF പാളയത്തിൽ ഭീതി പടർത്തുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, MV ഗോവിന്ദൻ തുടങ്ങിയ സീനിയർ നേതാക്കൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന ആവശ്യമുന്നയിച്ച് മോഹൻലാലിന്റെ സ്വഭാവസ്ഥിതിയിലെത്തി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. തമിഴ്നാട്ടിൽ വിജയ് മത്സരിക്കാമെങ്കിൽ എന്തുകൊണ്ട് മോഹൻലാലിന് തിരുവനന്തപുരത്ത് മത്സരിച്ചുകൂടാ എന്ന ചോദ്യവും ഇതിനോടകം ഉയരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മോഹൻലാൽ മുഖ്യമന്ത്രിയെ രഹസ്യമായി ക്ലിഫ് ഹൗസിൽ സന്ദർശിച്ചിരുന്നു. BJP-യുമായി യാതൊരു വിധേയയും ഒത്തുപോകാനാകില്ല എന്ന കാര്യം മുഖ്യമന്ത്രിയെ മോഹൻലാൽ ധരിപ്പിച്ചതായാണ് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല, മോഹൻലാലിനെ CPM-യുമായി അടുപ്പിച്ചതിൽ മന്ത്രി ഗണേഷ് കുമാറിനും പങ്കുള്ളതായാണ് കേൾക്കുന്നത്. തിരുവനന്തപുരത്ത് മികച്ച വിജയം കൈവരിക്കുമെന്ന് ഉറപ്പുള്ളതിനാൽ മന്ത്രിസ്ഥാനം തന്നെ CPM ഉറപ്പു നൽകിയതായാണ് പുറത്തുവരുന്ന വാർത്തകൾ. ഇത്തവണ UDF അധികാരത്തിലെത്താൻ സാധ്യത ഏറെ കൽപ്പിക്കപ്പെടുന്നതിനാലാണ് മോഹൻലാൽ എന്ന ബിഗ് ഗണ്ണിനെ ഇറക്കി കേരളം തൂത്തുവാരാൻ CPM കേഡർ ഒരുങ്ങുന്നത്. സിനിമാ താരമെന്ന നിലയിൽ മോഹൻലാൽ നേടിയെടുത്ത പൊതുസമ്മതി വലതു വോട്ടുകൾ ഇടതിലേക്ക് മറിക്കാൻ പോകുന്നതാണെന്ന് പ്രതിപക്ഷം ഭയക്കുന്നുണ്ട്. മോഹൻലാൽ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാകുന്നു എന്ന വാർത്ത വന്നതിന് പിന്നാലെ UDF നേതാക്കൾ പലരും ഓടി ഒളിച്ച നിലയിലാണ്. തിരുവനന്തപുരത്ത് വമ്പിച്ച ഭൂരിപക്ഷം നേടാൻ മോഹൻലാലിനാകുമെന്നുള്ളത് ഒരിക്കൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയായപ്പോൾ കൊണ്ടുവന്ന ഓളം പോലെ ഒരു സുനാമിയായി UDF കോട്ട തകർത്ത് അവരുടെ പടനിലങ്ങളിൽ ചോരച്ചെങ്കുടി പാറിക്കും എന്ന ഉറപ്പാണ് UDF-നെ ഭയചകിതരാക്കുന്നത്. കേരളത്തിലെ അമ്മമാരുടെ കണ്ണിലിനിയായ മോഹൻലാൽ ഇക്കുറി തിരുവനന്തപുരത്ത് അംഗം കുറിക്കാൻ ചേകവറ ഇറങ്ങിയാൽ പൂരപ്പറമ്പിലെ കമ്പക്കെട്ട് പൊട്ടുന്നത് പോലെ UDF 8 നിലയിൽ പൊട്ടും എന്ന കാര്യത്തിൽ സംശയം തീരെയില്ല. സാക് ന്യൂസ്, തിരുവനന്തപുരം.